ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കോളേജിൽ നിന്ന് ചെറിയൊരു ട്രിപ്പ് ഉണ്ട്. ഒരു 1 ഡേ ട്രിപ്പാണ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ്. മൂന്നാറിലേക്കാണ് പോകുന്നത്. നൈറ്റാണ് പോകുന്നത്. ഒരു 10 മണിയായിരിക്കും പോണ ടൈം. ഞങ്ങളോട് ഒരു 9:30 ഒരു 10 മണിക്കാണ് കോളേജിലെത്താൻ പറഞ്ഞത്. അപ്പം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റപ്പൊക്കെ കഴിഞ്ഞ് ബാഗൊക്കെ റെഡിയാണ്. കണ്ടോ, ബാഗൊക്കെ റെഡിയാണ്. പിന്നെ അതാണ് എനിക്ക് പോകുമ്പോഴാണുള്ള ഡ്രസ്സ്. ഇത് പിന്നെ എൻ്റെ ബാഗിൽ സ്ഥലമില്ല, ഫുള്ളാണ്. അപ്പം ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഇഷ്ടമാണ് ഈ സംഭവം. അപ്പം ഞങ്ങൾ രണ്ടും കൂടി പോയിട്ട് ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തത്. അപ്പം ബാഗിൽ വയ്ക്കാൻ സ്ഥലമില്ല. അപ്പോൾ അത് ഇവിടെ ഉമ്മച്ചിക്കും അനിയത്തിക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കി കയ്യിൽ കുത്തി നിറച്ചിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ബാഗൊന്നുമല്ല, ചെറിയൊരു ബാഗ്, കാരണം 1 ഡേ ട്രിപ്പല്ല. പിന്നെ ഇനിയിപ്പം ഫ്രഷായിട്ട് ഫുഡൊന്നും കഴിക്കാനില്ല. ഞാൻ ഈവനിങ് ഫുഡ് കഴിച്ചതാണ്. അപ്പം ഇപ്പം അത് മതി. അപ്പം ഇനി ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം പോകാൻ. ഉമ്മച്ചി കൂടെ ഉണ്ടാവും, കാരണം ഉമ്മച്ചാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചി കൂടെ ഉണ്ടാവും. അപ്പം എന്തായാലും നമുക്ക് അവിടെ കാണാം. ഓക്കെ, മാറ്റി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവളെയും കൂട്ടിയിട്ട് വേണം പോവാൻ. ഉമ്മച്ചി താഴത്ത് മാറ്റിയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മൾ പോവുകയാണ് ഗൈസ്. ഗൈസ് ഇപ്പം നമ്മളെ ബാഗൊക്കെ റെഡിയാണ്. ഷോക്സ് ഇട്ടിട്ടില്ല, ഇടണം. എല്ലാ സാധനങ്ങളും എടുത്ത് സാധനം എടുക്കാൻ മറന്നു. എൻ്റെ ബ്രഷ്, അപ്പം ഇതിഞ്ഞി വയ്ക്കാൻ സ്ഥലം കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് തൽക്കാലത്തിന് ഇതിൻ്റെ ഉള്ളിലാണ് തിരികെ. ഓക്കെ, അയാ മുന്നിക്കിട്ട് ഇട്ടാതെ ഞാൻ കണ്ടാല് എന്താ, ഞാൻ ആ വീട് ഡിലീറ്റ് ആക്കി. ഓക്കെ, പോവാ. ചെവി വിറ്റു കണ്ടോ? അപ്പൊ ഞാൻ ഇവിടെ വന്ന് ഡിലീറ്റ് ആക്കി കാര്യം പറഞ്ഞത്. അങ്ങനെ ഗൈസ് നേരത്തെ എന്താണ് ഓട്ടോ പറഞ്ഞു വെച്ചുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾക്ക് വേഗം ഓട്ടോ ഒക്കെ കിട്ടി. എന്നിട്ട് ഞങ്ങൾ 3 ആളും കൂടിയിട്ടാണ് ഞങ്ങൾ പോവുകയാണ്. ഇനി എൻ്റെ ഫ്രണ്ട് വരാണ്ട്, 2 ഫ്രണ്ട്സുകൾ വരുന്നുണ്ട്. അവരെയും കൂട്ടിയിട്ടാണ് നമ്മൾ നേരെ സെൻറ്ററിലേക്ക് പോകുന്നത്. അങ്ങനെ ഗൈസ് അവൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. ഞാൻ എത്തിയിട്ട് ഒരുപാട് ടൈമായി, പക്ഷെ അവൾ അതുവരെ എത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് വിളിച്ച്, അവളെ ഉമ്മയ്ക്ക് വിളിച്ച്, അങ്ങനെ 2 പേർക്ക് മാറി മാറി വിളിച്ച് അവളെ ഉമ്മ വരുന്നു പറഞ്ഞ് ഇപ്പോൾ എത്തിട്ട് മോളേന്ന്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ കാത്തുനിന്ന് ലാസ്റ്റ് ഇതാ അവളെ എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ്. അവള് കണ്ടിക്കണല്ല, ഓടിപ്പാഞ്ഞ് വരുന്നത്. നമുക്കറിയാത്ത കുറേ ഐറ്റങ്ങളുണ്ട്. അങ്ങനെ കേസ് നമ്മൾ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഓട്ടോന്ന് ഉള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഒന്നാക്കി ഇട്ട് മുടി കൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇനി കുറച്ച് പേരും കൂടി വരാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്താണ്. അവർ വന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി ബസ്സിൽ കയറി പോകും. കയറിക്കഴിഞ്ഞത്
അങ്ങനെ ഗൈസ് നമ്മളിതാ ബസ് കയറി. പിന്നെ ഇനി ഓരോരുത്തർ കയറിക്കൊണ്ട് നിൽക്കാട്ടോ. അപ്പം ഗൈസ് നമ്മളെ ബസ് അതാ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വാഷ്റൂമിലേക്ക് പോകാനുള്ളവർക്ക് പോയിക്കോട്ടെ വിചാരിച്ചിട്ട് ഒരു പെട്രോൾ പമ്പ് കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ കുട്ടികളെ ചാടിക്കളി നോക്കേണ്ട ബസ്സിൽ പാട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു ചാടിക്കളിയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി വാഷ്റൂമിലൊക്കെ പോയി ഞങ്ങൾ വീണ്ടും ബസ് കയറി. പിന്നെയുള്ള പൊടിപ്പൂരം നിങ്ങൾ കണ്ടറിയാട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്നൊരു ലെവലിൽ ഞങ്ങൾ എന്ത് ചെയ്തു, കുറച്ച് നേരത്തെ ചാടിക്കളിയൊക്കെ ഒന്ന് നിർത്തി വെച്ച് അപ്പോൾ ഞങ്ങളിതാ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. വണ്ടീൻ്റെ പാട്ടിന് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല പൊട്ടിയിട്ട് കണ്ടാണ് വന്നിരുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ തന്നെ ബസ്സിൽ നിന്ന് ചാടി കളിച്ചപ്പോൾ തന്നെ ഒക്കെ ഒലിച്ച് പോയി. ചാടി കളിക്കുക മീൻസ് ഡാൻസ് ആട്ടോ. കാരണം ഇതിനൊക്കെയല്ലേ നമ്മൾ ട്രിപ്പിന് വരുന്ന എൻജോയ് ചെയ്യണ്ടേ. അങ്ങനെ ഇപ്പോൾ അതാ ബസ് പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. ഏതിനാ നിർത്തിയൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ഇതിലധികം വോയിസ് ചിലപ്പോൾ ഞാൻ കൊടുക്കത്തില്ല. അവിടെയും ഇവിടെ ആയിട്ടാണ് ചെറിയ വോയിസ് ഒക്കെ കൊടുക്കല്. അങ്ങനെ നമുക്കിനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. സത്യം പറഞ്ഞാൽ ചാടികളിയും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു ഭാഗത്ത് സൈഡായിട്ടുണ്ട്. ഈ ഒരു ടൈം ആകുമ്പോൾ 2 മണി 3 മണി ടൈമാണ് തോന്നുന്നു. ചിലവരൊക്കെ നല്ല ഉറക്കമാണ്. എന്നെ പോലുള്ളവർ കണ്ണും തുറന്ന് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ റൂമിലെത്തി. ഒരു 6 മണി ആ ടൈമിലാണ് തോന്നുന്നു ഞങ്ങൾ റൂമിലെത്തിയത്. പിന്നെ ബാക്കിയുള്ള കുറച്ച് സ്വീറ്റ്സൊക്കെ ഞങ്ങൾ റൂമിൽ നിന്ന് നല്ല വെട്ടി വീങ്ങി. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ റൂമിലെത്തി. ഒരു 7 മണി ആകുമ്പോഴത്തേക്കും സാറ് പറഞ്ഞു ഞങ്ങളോട് റെഡിയായി നിൽക്കാൻ. എവിടെ ഞങ്ങൾ സംസാരവും കാര്യങ്ങളായിട്ട് 7 മണി ആക്കി എന്ന് പറയാട്ടോ. എവിടെടാ അയ്യേ ഞാൻ അങ്ങനെ സംസാരിച്ചിരുന്ന സമയം 7 മണി അതുപോലെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തർ പോയി ഫ്രഷ് ആവാന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ നോക്കി വ്യൂ കണ്ട് ഇങ്ങനെ ആസ്വദിക്കുമ്പോഴാണ് അപ്പുറത്ത് നിന്ന് മിസ്സ് പറഞ്ഞത് എല്ലാ കുട്ടികളെയും നിങ്ങൾ ഇതുവരെ ഫ്രഷ് ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ മിസ്സൊക്കെ നല്ല രീതിയിൽ മാറ്റി ഒരുങ്ങി നിൽക്കണം. അപ്പം തന്നെ ഞങ്ങൾ വേഗം ബാത്റൂമിൽ പോയി ഫ്രഷ് ആവാൻ പോയി. പോയിട്ട് വരാം ഗൈസ്. പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം അവിടെ ഫുഡിൻ്റെ അവിടെ വേറെ ആൾക്കാരുള്ളതുകൊണ്ട് ഞങ്ങൾ അവർ കഴിഞ്ഞിട്ട് കഴിക്കാമല്ലോ വിചാരിച്ച് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബസ്സിൽ കൊണ്ടുപോയിച്ചു. എന്തല്ലേ അങ്ങനെ ഗൈസ് നമ്മളിത് മൂന്നാർ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മുടിഞ്ഞ വെയിലാണ്, ഒരു രക്ഷയില്ല. അത്രയ്ക്കും വെയിലാണ് കേട്ടോ. അത്രയ്ക്കും വെയിലത്ര ഞങ്ങളിത് നടന്നു പോണത്. ഞങ്ങൾ അതൊന്നും വെയിലൊന്നും ഒരു വിഷയമില്ല. കാരണം മാക്സിമം എൻജോയ് ചെയ്യുക, അതാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. ഫീലാവുണ്ടിട്ടാ മറ്റാൾക്കെ ഇതുപോലെ നല്ല സ്പൈസി. ഒച്ചൊന്ന് എന്താ ഉണ്ട പിടിച്ചിക്കണേ. എങ്ങനെ എങ്ങനെ അത് ഇറങ്ങാനുള്ള ഗ്യാപ്പാ നമുക്ക് തോന്നുന്നുണ്ടാ? അവിടുന്ന് കണ്ടില്ല. സ്റ്റെപ്പ് ഉണ്ട്.
चला ഇവിടെ നല്ല വെയിലാണ് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ ബാഗ് ആരവിടെ മൂന്നാറൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയപ്പോൾ തന്നെ ടൈം നല്ല ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിൽ കയറി. അവിടെ പിന്നെ ഞങ്ങളിത് ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഞങ്ങൾ കൂടെ മിസ്സാണെങ്കിൽ ഒരുപാട് ഛർദ്ദിച്ചിട്ട് ആകെ ക്ഷീണം പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ ഫുഡ് എത്തിയിട്ടുണ്ട്. ബിരിയാണിയാണ് ഞങ്ങൾക്ക് ഫുഡായിട്ട് വന്നത്. അങ്ങനെ ഫുഡ് ടേസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളൊക്കെ അത്യാവശ്യത്തിന് കഴിച്ചിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ കഴിക്കണം നല്ല തിരക്കിലാണ് കേട്ടോ. കാരണം നട്ടു ഉച്ചയായി ഒരുപാട് ടൈമായിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടും ഒരുപാട് ടൈമായിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്. കുട്ടി ചോറ് മതിയേക്ക്, കുഞ്ഞിന് ചോറ് വേണ്ട. അങ്ങനെ ഗൈസ് നമ്മളിത് ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് പോകാനുള്ള ട്രക്കിംഗ് ആണ്. അപ്പോൾ അതിന് ജീപ്പൊക്കെ സെറ്റായി ഞങ്ങളും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ജീപ്പിലൊക്കെ കയറിയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോ ബാക്കിയുണ്ടെങ്കിൽ എവിടേക്കാണ്? ഇങ്ങോട്ടാണേ ഇങ്ങോട്ടാണേ. ഇവരെ വണ്ടി എന്ത് സൗണ്ടാണോ? റെഡിനോണ്ട് എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് മാറ്റി കിട്ടും. എപ്പോഴും രണ്ടു മല കഴിയും നമ്മളെ. ഇന്ന് നമ്മളിപ്പം വന്നിരുന്നത് മുബീശ്വറാന്റെ കൂടെയാണ്. എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിലെ ഏതോ ഒരു കാട്ടുമുക്കാണ്. വേറെ ഒരു ഐഡിയ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചില്ല. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തോ ഒരു സാധനം മണപ്പിക്കുന്നുണ്ട്. എന്താ ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല. ഒരാൾക്കാർ കിളി പോയിരിക്കുകയാണ്. എത്ര താല്പര്യമില്ലെങ്കിൽ അങ്ങനെ വേറെ വണ്ടി കിട്ടൂല. അയാളെ വണ്ടി കിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ നല്ലൊരു ബീച്ചൊക്കെ ഒടുവിൽ അയ്യോ നമുക്ക് കൃഷ്ണനാ. ആ കൃഷ്ണയില്ല, നമ്മളെ കൃഷ്ണല്ല. എവിടെ വീണ്? ആ മരത്തിന്റെ അപ്പുറത്തേക്ക്. നമുക്ക് പോവായിരുന്നു. വാ നമുക്ക് ആ ടവറിന് കുറച്ച് വെള്ളം മാത്രം. അല്പം
വലിയ മലന്റെ അടി ഇതാ ശേല കൂരുന്ന അങ്ങനത്തെ ചെരുപ്പല്ലേ ഒലിഞ്ഞു പോയോണോ വീലട്ടോ എല്ലാവർക്കും തുറക്കണ്ട് ഇന്ന ആളൊന്നും ഇല്ല. എല്ലാ മുബിഷറ സബ്സ്ക്രൈബ്സിനോടും മുബിഷറ ഇപ്പൊ താൽക്കാലികമായി വയ്യാത്ത കാരണം മാറി നിൽക്കാൻ. സോ ഞാനപ്പോ വ്ളോഗ് ചെയ്യുന്നത് ഇത് മൂന്നാർ ഭാഗത്തുള്ള ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? ഗോയ്സ് മൂന്നാർ ഭാഗത്ത്. ഓ വേറെ ലെവലല്ലത് കണ്ടോ എന്ത് വളരെ നിശാനം. സാറെ മോക്ക് അങ്ങോട്ട് വരണമെന്ന് എന്റെ അടുത്ത് തന്നെ തന്നെ എന്തേ തിന്നു എനിക്ക് തോന്നി. ഇന്ന് നമ്മൾ മൂന്നാറിന്റെ പകുതി പോലും ഹൈറ്റിലേക്ക് കേറിയിട്ടില്ല. അത് കേറി നമ്മള് 31-ാം തീയതി വന്നപ്പം അത് ഫുള്ള് കേറി ഇറങ്ങി വന്നിട്ടും ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല. ശരി 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 എല്ലാം കൂടി വരട്ടെ. അടുത്ത് വരണ്ട് സാറ് അതിന്റെ ബാക്കിൽ അടുത്തുണ്ടാവും. ഇതൊക്കെ എന്തിനു സ്വിച്ചാ? മക്കളെ നിങ്ങൾ എങ്ങോട്ട് പോണെന്ന് ഞങ്ങളെ ചേർപ്പേ ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ ശക്തി പ്രണമേ ശക്തി പ്രണമേ. എന്നിട്ട് കഴിക്കും. യൂട്യൂബിൽ കണ്ടല്ലോ ചേച്ചി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എന്ത് കുഴിമന്തി ചിക്കൻ അങ്ങനെ കഴിച്ച് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബസ് കയറി നേരെ വീട്ടിലോട്ട് പോകണം. അതിന് മുമ്പ് ഞങ്ങൾ കോളേജിട്ട് എല്ലാവരും കൂടി ചെയ്യുന്ന ചെറിയൊരു കലാശക്കൊട്ടുണ്ട് കേട്ടോ.
ഗൈസ് നമ്മളത്തെ മൂന്നാറിന് നമ്മൾ നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ട്രിപ്പൊക്കെ അടിച്ച് പൊളിച്ച് മാക്സിമം അടിച്ച് പൊളിക്കാൻ പറ്റുന്നിടത്തോളം ഞങ്ങൾ മാക്സിമം അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് ഫ്രണ്ട്സുകൾ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരെ കൂട്ടത്തിൽ പോയി. ഇനി ഞങ്ങൾക്ക് പോകണമെങ്കിൽ എൻ്റെ അനിയൻ വരണം. അപ്പോൾ അനിയനെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ കുറേ കഴിഞ്ഞപ്പം അവൻ എനിക്ക് വിളിച്ച് ഞാൻ കോളേജിൻ്റെ താഴെ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാണ്. അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി അവൻ്റെ കൂടെ പോകാനായിട്ട് താഴോട്ട് പോയി. അങ്ങനെ ഞങ്ങളിതാ ഓട്ടോയിലാണ് അവൻ വന്നത്. അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി ഓട്ടോയിൽ പോവാണ്. അവരെ പിന്നെ ഞാൻ അവരുടെ വീട്ടിൻ്റെ അവിടെ ഇറക്കി കൊടുത്തതിന് ശേഷം ഞാനും അനിയനും കൂടി ഓട്ടോയിൽ പോവാണ്. ഇതിൽ വീഡിയോസ് എനിക്ക് അധികം ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. മാക്സിമം എനിക്ക് എടുക്കാൻ തന്നെ പറ്റുന്നിടത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ കണ്ട് കുറച്ച് ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷമയോടെ കാണണം കേട്ടോ. കാരണം ഇതെല്ലാം ഉൾപ്പെടുത്തേണ്ടത് വിചാരിച്ചിട്ടാണ് അത്രയും ലോങ് ആയി പോയത്. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീട്ടിലെത്തി ഇനി കിടന്നുറങ്ങണം. ഒരു ദിവസം 1.5 ദിവസത്തെ ഉറക്കമുണ്ട്, അതൊന്ന് ഉറങ്ങണം. അപ്പം എനിക്ക് മാക്സിമം കൊള്ളിക്കാവുന്ന അത്ര ഞാൻ ഇൻഷാല്ലാ ഈ വീഡിയോ ഞാൻ കൊള്ളിക്കുന്നുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോ കാണുവരും. ബൈ.